നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൊക്കെ വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് കുവൈറ്റിൽ നിന്നും കുറച്ച് മലയാളികൾ കോടികൾ അടിച്ചു മാറ്റി മുങ്ങി എന്നുള്ള വാർത്തയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും മറുവശങ്ങളും എന്തെല്ലാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുക എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചും പുതുമയുള്ള കാര്യമേ അല്ല. വീടും സ്ഥലവും പണയം വെച്ച് ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴാണ് അതിൻ്റെ മുന്നാധാരം മുതൽ റെഡിയാക്കി കയറി ഇറങ്ങുന്ന മലയാളി കാഴ്ച നാട്ടിലൊരു സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ കാര്യങ്ങൾ എളുപ്പമാണ്. അത്യാവശ്യം നല്ല ജോലി ഉണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഒരു സാധനവും പണയം വെക്കാതെ തന്നെ നല്ല ലോണുകൾ കിട്ടും. അങ്ങനെയൊക്കെ തന്നെയാണ് മിക്ക പ്രവാസികളെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ കുരുട്ടുപുത്തിൻ്റെ കാര്യത്തിൽ പണ്ടേ നമ്മൾ മുന്നോട്ടാണല്ലോ. അതുകൊണ്ട് എന്താ ചിലരൊക്കെ ഇതുപോലെ ലോൺ എടുത്ത് നൈസായിട്ട് സ്കൂട്ടാവും. അത് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ജോലി പോയി, അല്ലെങ്കിൽ കൊറോണ സമയത്ത് ജോലി പോയി നാട്ടിൽ കയറി പോകേണ്ട അവസ്ഥ വന്നിരിക്കാം, അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ കുടിയേറി പാർക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും വന്നിരിക്കുന്നത്. അങ്ങനെ പല സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മനഃപൂർവ്വമാകാം. എന്തായാലും പണ്ട് മുതൽ നിരവധി ആളുകൾ ഈ രീതിയിൽ പല രാജ്യങ്ങളെയും മാറിയിട്ടുണ്ട്. ചിലർ ഗൾഫിൽ നിന്ന് നാട്ടിൽ ജോലി മാറി, അല്ലെങ്കിൽ ജോലി മതിയാക്കി നിർത്തിപ്പോകുന്നു. ചില ഗൾഫിൽ നിന്നും UK പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു. പക്ഷെ ആരും ഒരിക്കലും പിടിക്കപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ചെയ്ത് കുഴപ്പമില്ലെങ്കിൽ മറ്റുള്ളവരും അത് പിന്തുടരുന്നു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ കാലം മാറി, ടെക്നോളജി വലുതായി, ലോകം ചെറുതായി, എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. അതുകൊണ്ട് എന്താ ഗൾഫിൽ നിന്നും ബാങ്ക് മുങ്ങിയ ആളുകൾ തപ്പി എത്തുവാൻ തുടങ്ങി, നാട്ടിലും UK എല്ലാം. കുവൈറ്റിലെ ഒരു പ്രധാന ബാങ്ക് കേരള പോലീസ് മേധാവിയെ കണ്ട് ഇതിനോടകം പരാതി കൊടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കുവൈറ്റിൽ നിന്നും ഏകദേശം 1400ഓളം മലയാളികളാണ് ഇങ്ങനെ പണം തിരിച്ചടയ്ക്കാനുള്ളത്. ഇങ്ങനെ മൊത്തം വരുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 700 കോടിയോളം വരും. ഈ മലയാളികൾ തന്നെ ഭൂരിഭാഗവും നഴ്സുമാരാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ഇങ്ങനെ ഗൾഫിൽ നിന്നും UK മറ്റും പോയ എല്ലാവരും ഇതുപോലെയുള്ളവരല്ല. കാരണം ഇതുപോലെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്ന 1-2 ആളുകൾ ഞാൻ സംസാരിച്ചു. പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്ന് വന്ന 1-2 പേര് ഞാൻ സംസാരിച്ചു. അവർക്ക് ഇതുപോലെ പോന്നപ്പോൾ അവിടെ ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ എല്ലാ മാസവും കൃത്യമായി അവർ തിരിച്ചടയ്ക്കുന്നുമുണ്ട്. ആദ്യം പോന്നപ്പോൾ അവിടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ശമ്പളം കിട്ടുമ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് ലോൺ തിരിച്ചടയ്ക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് അടച്ച് ആക്ഷേപിക്കാൻ സാധിക്കില്ല. ചിലരൊക്കെ ഈ രീതിയിൽ ചെയ്യുന്നുമുണ്ട്. അതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ UK സ്റ്റുഡന്റ് വിസയിൽ എത്തി തിരിച്ചു പോകുമ്പോഴും, അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിന്നും ഓസ്ട്രേലിയയിലേക്ക് മറ്റു രാജ്യങ്ങളിലും കുടിയേറി പോകുമ്പോഴും ഇവിടുന്ന് ലോണോ അല്ലെങ്കിൽ കടകളിൽ നിന്ന് മറ്റും വില കൂടിയ ഫോണും പോലുള്ള സാധനങ്ങൾ മേടിച്ച് നൈസായി സ്കൂട്ടാവുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് മലയാളി ന്യൂസ് ഈ വർഷം ആദ്യം തന്നെ ഇതുപോലെ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആകട്ടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും, അതായത് മനോരമ, ഏഷ്യാനെറ്റ് തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളും ഈ വാർത്തകൾ വരുന്നുണ്ട്. ഇങ്ങനെ മുങ്ങുന്നവർക്ക് കിട്ടുന്ന ഒരു പണി എന്ന് പറയുന്നത് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഒരു വീടോ അല്ലെങ്കിൽ കാറോ അങ്ങനെ സ്വന്തമായി എന്തെങ്കിലും സാധനങ്ങളും ലോണായിട്ട് മേടിക്കണമെങ്കിൽ സാധിക്കില്ല. കാരണം ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സാധനം അടിയേ പോകും. അത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് അതായത് പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ട് പോകും. അതിനേക്കാളൊക്കെ ഉപരി ഇതൊരു സാമ്പത്തിക ക്രമക്കേടാണ്, കുറ്റകൃത്യമാണ്, ക്രിമിനൽ ഒഫൻസാണ്. നിങ്ങളൊരു നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ അതുപോലെ പ്രൊഫഷണൽസ് ആണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല PR പോലുള്ള ഇതിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള കുറ്റങ്ങളെല്ലാം വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക, ബാങ്കുകൾ പഴയതുപോലെയല്ല. ബാങ്കുകളെല്ലാം സ്മാർട്ടായി, എല്ലാം പരസ്പരം ലിങ്ക്ഡ് ആണ് ഇപ്പോൾ. ഒരുപക്ഷെ നമ്മുടെ വിജയമല്യയെ പോലുള്ളവർ ഇതിനൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മളെ പോലുള്ളവർ ചേർന്നപ്പോൾ പൂർത്തിയായി. അതുകൊണ്ട് ഓർക്കുക, ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കും.